നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 12 ദിനരാത്രങ്ങൾ ഭക്തമാനസർക്ക് ആത്മീയ നിർവൃതി പകർന്ന മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവയ്ക്ക് സമാപനം. കാസർഗോഡ് 4-ാം മൈലിൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം. 4 പേർക്ക് വെട്ടേറ്റു, ഒരാൾക്ക് ഗുരുതരം. കഴുത്തിറ്റം വരെ ഉണ്ണിയപ്പത്താൽ നിറഞ്ഞ് മഹാഗണപതി. മധൂർ ക്ഷേത്രത്തിൽ മഹാമൂടപ്പ സേവയെന്ന അപൂർവ ചടങ്ങ് നടന്നത് 33 വർഷങ്ങൾക്ക് ശേഷം. അപൂർവവും അതിവിശിഷ്ടവുമായ ഈ ദർശനം കാണുവാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. ഉദുമയിൽ കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി യുവാവ് അറസ്റ്റിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ PA ആഷിഖാണ് പിടിയിലായത്. മുസ്ലിം യൂത്ത് ലീഗ് ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വഖഫ് ബില്ലിനെതിരെ ഭൂവികാനം ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഭീതിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. വാർത്തകൾ വിശദമായി. 12 ദിനരാത്രങ്ങൾ ഭക്തമാനസർക്ക് ആത്മീയ നിർവൃതി പകർന്ന മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവയ്ക്ക് സമാപനം. ഓരോ ദിവസവും കർണാടകയിൽ നിന്നുൾപ്പെടെ ഭക്തലക്ഷങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി എത്തിയത്. നാടൊന്നാകെ കൈകോർത്തപ്പോൾ ഏറ്റവും മികച്ച കൂട്ടായ്മയിലും സംഘാടനത്തിലും നടന്ന കാസർഗോട്ടെ ഏറ്റവും വലിയ മഹോത്സവമായി മധൂർ ബ്രഹ്മകലശോത്സവം മാറി. കാസർഗോഡിന് ഭക്തിയുടെയും അപൂർവതയുടെയും ദൃശ്യങ്ങളും അനുഭവങ്ങളും പകർന്നു നൽകി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവവും മൂടപ്പ സേവയും സമാപിച്ചു. 12 ദിനരാത്രങ്ങളിലായി നടന്ന വിവിധ വൈദിക ചടങ്ങുകളിലും കലാസാംസ്കാരിക പരിപാടികളിലും പങ്കെടുക്കുവാനായി ഭക്തലക്ഷങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഉത്സവ ദിനങ്ങളിൽ ഭക്തജനത്തിരക്കിനാൽ പലപ്പോഴും മധൂർ ക്ഷേത്ര പരിസരം വീർപ്പുമുട്ടി. കലാസാംസ്കാരിക പരിപാടികൾ നടന്ന വേദികളിലും ഭോജനശാലയിലുമെല്ലാം ഇടവേളകളില്ലാതെയുള്ള ഭക്തജനത്തിരക്കായിരുന്നു പ്രകടമായത്. 33 വർഷങ്ങൾക്ക് ശേഷം നടന്ന മഹാമൂടപ്പ സേവയെന്ന അപൂർവ ദർശനത്തിനായി ഓരോ മണിക്കൂറിലുമായി ലക്ഷക്കണക്കിന് ഭക്തരായിരുന്നു ക്ഷേത്രത്തിലേക്കെത്തിയത്. ഏറ്റവും മികച്ച രീതിയിൽ ഈ തിരക്ക് നിയന്ത്രിക്കുവാനും ഭക്തലക്ഷങ്ങൾക്ക് ദർശന സൗകര്യമൊരുക്കുവാനും ബ്രഹ്മകലശോത്സവ കമ്മിറ്റിക്ക് സാധിച്ചു. നാടൊന്നാകെ കൈകോർത്ത് ഏറ്റവും മികച്ച കൂട്ടായ്മയുണ്ടാക്കി നടത്തിയ പ്രവർത്തനമാണ് ഉത്സവത്തെ ഇത്രയും മനോഹരമായ രീതിയിൽ നടത്തുവാൻ സഹായകരമായത്. ഏറ്റവും കരുത്തുറ്റ സംഘാടനവും ഉത്സവം കാസർഗോഡിൻ്റെ മഹോത്സവമാക്കി മാറ്റുന്നതിൽ നിർണായകമായി. മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരുക്കങ്ങളും ബ്രഹ്മകലശോത്സവ കമ്മിറ്റിയുടെയും വളണ്ടിയർമാരുടെയും സേവനവുമെല്ലാം ഏറെ അഭിനന്ദനമർഹിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരു നാടിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി കാസർഗോഡ് കണ്ട ഏറ്റവും വലിയ ക്ഷേത്രോത്സവമായി ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മധൂർ ക്ഷേത്ര ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും. 33 വർഷങ്ങൾക്ക് ശേഷമുള്ള മൂടപ്പ സേവയെന്ന അപൂർവ ചടങ്ങ് കാസർഗോഡ് കണ്ട ഏറ്റവും വലിയ ബ്രഹ്മകലശോത്സവം. നാടിതുവരെയായും ദർശിക്കാത്ത അഭൂതപൂർവമായ ഭക്തജനത്തിന് ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളിലൂടെ കാസർഗോഡിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും. മധൂർ ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് 4-ാം മൈലിൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിൽ 4 പേർക്ക് വെട്ടേറ്റു, ഒരാൾക്ക് ഗുരുതരം. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തെ തുടർന്ന് മാരകായുധങ്ങളുമായി എത്തിയ 10-അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. ചെങ്കള സിറ്റിസൺ നഗർ ഫയാസ് വില്ലയിലെ ഇബ്രാഹിം സൈനുദ്ദീൻ, മകൻ ഫവാസ്, ബന്ധുക്കളായ റസാഖ് മുഹമ്മദ്, മുനീഷ് TM എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ ഗുരുതരമായി പരിക്കേറ്റ ഫവാസിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ ചെങ്കളയിലെ നായനാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 3 പേരെ വിദ്യാനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്.
പ്രതികൾ നേരത്തെ പടക്കം പൊട്ടിച്ചത് ചോദ്യം ചെയ്ത വിരോധത്തിൽ കത്തിയും വടിവാളുമായി എത്തിയ 10 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. ഇവർ വാളും കത്തിയും ഒക്കെ ആയിട്ട് വന്ന് ആക്രമിച്ചതാണ്. ഇതിന് പിന്നിലുള്ള ഇതെന്തെന്ന് നമുക്കറിയില്ല. ഒരു പടക്കം പൊട്ടിച്ചുള്ള പ്രശ്നത്തിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. പിന്നെ ഇവർ ലഹരി അടിക്കുന്നുണ്ടോ എന്നുള്ള ചെറിയ സംശയങ്ങളുണ്ട്. പിന്നെ അതിലൊരാൾ ലഹരി കച്ചവടക്കാരനാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും പിന്നെ ഒരു പെങ്ങളെ മകനും ഉണ്ടായിരുന്നു. 3 പേർക്കും വെട്ടേറ്റിട്ടുണ്ട്. എനിക്ക് കൈക്കും പുറകിലുമാണ് വെട്ടേറ്റിട്ടുള്ളത്. അവരുടെ നില കുറച്ചോ സീരിയസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള 24 മണിക്കൂർ കഴിയാണ്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാൻ കാരണമൊന്നുമില്ല. അവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു പടക്കം പൊട്ടിക്കാൻ കുറച്ച് പിള്ളമാർ വന്നതുകൊണ്ട് അതിൻ്റെ ഓണർ ചോദ്യം ചെയ്തു. അത് അവർ ഇതൊന്നും വില വെക്കാതെ പിന്നെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ നാട്ടുകാർ അത് ഇടപെട്ട് അവർ പ്രശ്നങ്ങളുണ്ടാക്കി. ആ ദേശത്തിലാണ് വാളും കത്തിയൊക്കെ എടുത്ത് വന്നിട്ട് നമ്മളെല്ലാം ആക്രമിച്ചു. ഞങ്ങളെ ആക്രമിക്കാനുള്ള കാരണം എന്തെന്ന് നമുക്കറിയില്ല. നമ്മൾ ജ്യേഷ്ഠൻ്റെ മകനുള്ളത് കൊണ്ട് ഞാനും ജ്യേഷ്ഠനും കൂടി വന്നതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് വന്നിട്ട് ജ്യേഷ്ഠൻ്റെ മകനെയും കൊണ്ട് തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു ഇവരുടെ ആക്രമണം. അബ്ദുൽ ഖാദർ എന്ന ചെക്കു, അജ്ജു, മുജു, മൊയ്തീൻ, നാഫിസ് തുടങ്ങിയവർക്കും കണ്ടാലറിയാവുന്ന 5 പേർക്കുമെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴുത്തറ്റം വരെ ഉണ്ണിയപ്പത്തൽ നിറഞ്ഞ് മഹാഗണപതി. മധൂർ ക്ഷേത്രത്തിൽ മഹാമൂടപ്പ സേവയെന്ന അപൂർവ ചടങ്ങ് നടന്നത് 33 വർഷങ്ങൾക്ക് ശേഷം. അപൂർവവും അതിവിശിഷ്ടവുമായ ഈ ദർശനം കൺകുളിർക്കെ കാണുവാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. പുലർച്ചെ മുതൽ തന്നെ കിലോമീറ്ററുകളോളം നീണ്ട ക്യൂവാണ് സിദ്ധിവിനായകന്റെ ദർശനത്തിനായി അനുഭവപ്പെട്ടത്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ മൂടപ്പ സേവ നടന്നപ്പോൾ ഭക്തർക്കത് അപൂർവ ദർശനമായി. കരിമ്പ് കൊണ്ട് പ്രത്യേക വേലിയുണ്ടാക്കി കഴുത്തറ്റം വരെ ഉണ്ണിയപ്പം കൊണ്ട് മൂടുന്ന മഹാമൂടപ്പയെന്ന ഈ ചടങ്ങ് ഗണപതിക്കുള്ള അതിപ്രധാനമായ ചടങ്ങാണ്. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ 33 വർഷങ്ങൾക്ക് ശേഷമാണ് അതിവിശിഷ്ടമായ മൂടപ്പ സേവ നടന്നത്. ഗണപതി ഭഗവാന്റെ ഇഷ്ടഭോജനമായ ഉണ്ണിയപ്പം ശനിയാഴ്ച രാവിലെ തന്നെ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. രാത്രി മഹാമൂടപ്പാദിവാസ ഹോമം ആരംഭിച്ചു. രാത്രി 11 മണിക്ക് ഭഗവാന് മൂടപ്പ സമർപ്പണത്തിനു ശേഷം കവാടബന്ധനം നടന്നു. ഞായറാഴ്ച പുലർച്ചെ കവാടോദ്ഘാടനത്തിനു ശേഷം ഉണ്ണിയപ്പാഭിഷിക്തനായ മധൂർ ബൊഡ്ഡജ സിദ്ധിവിനായകന്റെ ദിവ്യദർശനം ആരംഭിച്ചു. അപൂർവവും അതിവിശിഷ്ടവുമായ ഈ ദർശനം കൺകുളിർക്കെ കാണുവാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. പുലർച്ചെ മുതൽ തന്നെ കിലോമീറ്ററുകളോളം നീണ്ട ക്യൂ ആണ് സിദ്ധിവിനായകന്റെ ദർശനത്തിനായി അനുഭവപ്പെട്ടത്. ഉളിയത്തടുക്കയിൽ നിന്നും അറന്തോട് നിന്നും 2 നിരകളായി നിർത്തിയാണ് ദർശനത്തിനായി ഭക്തരെ നിയന്ത്രിച്ചത്. ദർശനം നടത്തിയ ഭക്തർക്ക് അപ്പപ്രസാദ വിതരണവും നടന്നു. രാത്രി വൈകിയും ദർശനത്തിനായി അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവയുടെ സമാപന ദിവസങ്ങളിൽ വിശേഷ വൈദിക ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. വേദികളിൽ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവ മൂടപ്പ സേവ ഉത്സവത്തിൻ്റെ 10, 11, 12 ദിനങ്ങളായ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വിശേഷ വൈദിക ചടങ്ങുകൾ നടന്നു. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായെത്തിയ ഭക്തർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ദർശനം നടത്തുകയും ചെയ്തു. ശനിയാഴ്ച വൈകുന്നേരം ഉത്സവ ബലി നടന്നു. മൂലസ്ഥാനമായ ഉളിയത്തടുക്കയിൽ നിന്ന് ശ്രീദേവന്റെ എഴുന്നള്ളത്ത് ഭക്തിയുടെ നിറവിൽ നടന്നു. തുടർന്ന് വർണ്ണ കാഴ്ചയൊരുക്കി മധൂർ വെടിക്കട്ടയിൽ വെടിക്കെട്ട് പ്രദർശനം നടന്നു.
ഞായറാഴ്ച രാവിലെ കവാടോദ്ഘാടനം, ഉണ്ണിയപ്പ പർവ്വതത്തിൻ്റെ മധ്യത്തിൽ നിന്നും സിദ്ധിവിനായകദേവന്റെ ദിവ്യദർശനം, വിശേഷാഭിഷേകം, പ്രസന്ന പൂജ, അപ്പപ്രസാദ വിതരണം ഉൾപ്പെടെയുള്ള വിശേഷ ചടങ്ങുകൾ നടന്നു. 128 നാളികേര അഷ്ടദ്രവ്യ മഹാഗണപതി യാഗം, മഹാപൂജ, വൈകുന്നേരം ജലകബലി, കട്ടപൂജ, ശ്രീദേവന്റെ കുളത്തിൽ അവഭൃത സ്നാനം, ദർശനബലി, രാജാങ്കണ പ്രസാദം, ധ്വജാവരോഹണം എന്നിവ നടന്നു. വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നു. സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ നടന്ന പഞ്ചവിംശതി സംപ്രോക്ഷണ കലശാഭിഷേകം, മഹാമന്ത്രാക്ഷത പ്രസാദ വിതരണം ചടങ്ങുകളോടെ ഉത്സവം സമാപിച്ചു. വേദിയിൽ ഭക്തി സംഗീത പരിപാടി നടന്നു. തുടർന്ന് സമാപന സഭയും നടന്നു. സമാപന സഭയിൽ ബ്രഹ്മകലശോത്സവ കമ്മിറ്റി ഭാരവാഹികളും മറ്റ് പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉദുമയിൽ കാറിൽ കടത്തുകയായിരുന്ന MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ PA ആഷിഖിനെയാണ് ബേക്കൽ പോലീസും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന് പിടികൂടിയത്. വിവരമറിഞ്ഞ് നിരവധി പേരാണ് തടിച്ചുകൂടിയത്. പ്രതിക്കെതിരെ പ്രകോപിതരായ ആൾക്കൂട്ടത്തിന്റെ രോഷപ്രകടനവുമുണ്ടായി. ശനിയാഴ്ച വൈകിട്ട് ഉദുമയിൽ ബേക്കൽ പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്തുകയായിരുന്ന MDMA-യുമായി ആഷിഖ് പിടിയിലായത്. KL 14 AC 5577 എന്ന നമ്പറിലുള്ള കാറിൽ കാസർഗോഡ് ഭാഗത്തു നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനം പരിശോധിച്ചപ്പോൾ പോലീസിന് സംശയം തോന്നുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ആഷിഖിൻ്റെ പക്കൽ നിന്നും 0.730 മില്ലിഗ്രാം MDMA കണ്ടെടുക്കുകയായിരുന്നു. സംഭവമറിഞ്ഞ് പ്രദേശവാസികളും സമീപത്തെ വ്യാപാരികളും ടാക്സി ജീവനക്കാരും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രകോപിതരായ ആൾക്കൂട്ടം പോലീസ് പിടിയിലായ പ്രതിക്കെതിരെ രോഷവും പ്രകടിപ്പിച്ചു. ബേക്കൽ SI-മാരായ സാവ്യ സച്ചി, മനോജ് കൊട്രച്ചാൽ, പോലീസ് ഉദ്യോഗസ്ഥരായ പ്രസാദ് വടക്കേമഠത്തിൽ, സുനേഷ്, വിജേഷ്, ഡാൻസ് ഓഫ് SI അബൂബക്കർ, അംഗങ്ങളായ നികേഷ്, നിഖിൽ, ജയേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പോലീസ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം യൂത്ത് ലീഗ് ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വഖഫ് ബില്ലിനെതിരെ ബോവിക്കാനം ടൗണിൽ പ്രകടനവും വഖഫ് ബിൽ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മുസ്ലിം യൂത്ത് ലീഗ് ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വഖഫ് ബില്ലിനെതിരെ ബോവിക്കാനം ടൗണിൽ പ്രകടനവും വഖഫ് ബിൽ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ സംബന്ധിച്ചു. മുസ്ലിം ലീഗ് മുളിയാർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മൻസൂർ മല്ലത്ത്, STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, മുസ്ലിം യൂത്ത് ലീഗ് ഉദുമ മണ്ഡലം പ്രസിഡന്റ് റൌഫ് ബാവിക്കര, ജനറൽ സെക്രട്ടറി ഖാദർ ആലൂർ, ഷംസീർ മൂലടുക്കം, ഷഫീഖ് ആലൂർ, ഹംസ ജോയ്സ്, അഡ്വക്കേറ്റ് PS ജുനൈദ്, ഷെരീഫ് മല്ലത്ത്, ഷെരീഫ് പടന്നടക്കം, മനാഫ് എടനീർ, ഹനീഫ് ബോവിക്കാനം, നിസാർ ബാലടുക്കം, ചെമ്മു ബാലനടുക്കം, ഖാദർ വാഫി, അസീസ് ബോവിക്കാനം, മുഹമ്മദ് ബാലനടുക്കം, സാദിഖ് ആലൂർ, ഇർഷാദ് കോട്ടൂർ, അൽതാഫ് പൂവൽ, മിൻഹാജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചരിത്രത്തിലാദ്യമായി തെയ്യക്കോലങ്ങളില്ലാതെ കുമ്പളപ്പാറ ശ്രീ ഭഗവതി ആലിചാമുണ്ഡി ക്ഷേത്ര വാർഷിക കളിയാട്ട മഹോത്സവം. ആലിതെയ്യം കെട്ടിയാടുന്നതിലൂടെ പ്രസിദ്ധമായ കുമ്പളയിലെ പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാത്തതിനാലാണ് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാതെ ചടങ്ങ് മാത്രമായി നടത്തുന്നത്. പാറ ശ്രീ ഭഗവതി ആലിചാമുണ്ഡി ക്ഷേത്രം നടത്തിപ്പ് മലബാർ ദേവസ്വം ബോർഡിനാണ്. പ്രസ്തുത ക്ഷേത്രത്തിൽ പ്രാചീന കാലം മുതൽ നടന്നു വന്നിരുന്ന ചടങ്ങുകളിൽ മാറ്റം വരുത്തി ക്ഷേത്രത്തിലെ കാരണവർ അടക്കമുള്ള ആചാരക്കാരെ പങ്കെടുപ്പിക്കാതെ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരസ്ഥാനത്ത് ഭണ്ഡാരം നിലനിൽക്കെ പുതിയ ഭണ്ഡാരമുണ്ടാക്കി ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂടെയുള്ള കുറച്ചാളുകളും കഴിഞ്ഞ 2 വർഷം നടത്തിയ ഉത്സവത്തിൽ ക്ഷേത്രത്തിൽ ആചാരാവകാശമുള്ള തറവാട്ടുകാർ സഹകരിച്ചിരുന്നില്ല. പ്രശ്നം പരിഹരിക്കുവാൻ ജില്ലയിലെ 18 കഴക ക്ഷേത്ര ഭാരവാഹികളുടെയും ആചാരസ്ഥാനികരുടെയും മധ്യസ്ഥതയിൽ നടന്ന പ്രശ്ന പരിഹാര ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന പരിഹാര വ്യവസ്ഥകൾ 2 കൂട്ടരും അംഗീകരിക്കുകയും പിന്നീട് ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂട്ടരും പിന്മാറുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പറയുന്നത്.
ഇങ്ങനെ ഒരു സ്ഥിതി നിലനിൽക്കുന്ന പക്ഷം തെയ്യക്കോലധാരികൾക്ക് ആചാരലംഘനത്തെ തുടർന്നുള്ള നിലവിലെ സാഹചര്യം വെച്ച് കളിയാട്ട മഹോത്സവവുമായി മുന്നോട്ടു പോകുവാൻ കഴിയാത്തതിനാൽ ഉത്സവത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടാവുകയും ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാതെ ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വന്നിരിക്കുകയുമാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ക്ഷേത്ര ആചാര ലംഘനത്തെ തുടർന്ന് ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം മുടങ്ങുന്നത്. ക്ഷേത്രത്തിൽ കളിയാട്ടം മുടങ്ങിയത് കുമ്പളയെ മാത്രമല്ല സമൂഹത്തെ ഒന്നാകെ ബാധിക്കുമെന്നാണ് മുതിർന്നവർ പറയുന്നത്. തറവാടുകാരൻ കർമ്മികളെ ധിക്കരിച്ചിട്ട് ചില ആളുകൾ കൂടിയിട്ട് അവിടെ കാര്യം നടത്തിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം യാതൊന്നും ഇല്ലാണ്ട് നമ്മൾ നവീകരണത്തിന് ശേഷം കൂടി നമുക്ക് യാതൊരു പ്രാധാന്യം തരാണ്ട് അവർ നമ്മളെ ധിക്കരിച്ചിട്ട് ഉത്സവാദികൾ നടത്തുന്നുണ്ട്. ഇത് പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ട് കളകത്തിൻ്റെ എല്ലാ 18 ക്ഷേത്രങ്ങളും പ്രശ്നം ചിന്തിച്ച് തീരുമാനിച്ച പോലെ ആ തീരുമാനത്തിന് ലംഘിച്ചിട്ട് ഇന്നത്തെ പ്രവർത്തനം നടത്താൻ പോകുന്നുണ്ട്. ഇത് നമുക്ക് സമുദായത്തിനും തറവാടുകാർക്കും ബാക്കിയുള്ളവർക്കും മാനസിക വിഷം കൊടുക്കുന്നവരായതുകൊണ്ട് ഇന്ന് മേലാലും അവർക്ക് ദൈവം ബുദ്ധി കൊടുത്തിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് യോജിച്ച് മുന്നോട്ട് പോകുന്ന ആ മഹാഭാഗ്യം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. കർഷാട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൈവം കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കുറേ എന്തെല്ലോ അനാഹരണങ്ങളും മറ്റേ എന്തെല്ലോ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ ഇവരോട് ദേവസ്വം ബോർഡോടും പറഞ്ഞ് ഇനി മറ്റേ സമുദായത്തിൻ്റെ അവരോട് നമ്മൾ ലെറ്റർ മുഖേന കൊടുക്കുകയും ചെയ്തു. അതിനൊരു മറുപടിയും തന്നിട്ട് അതിനുശേഷമാണ് ഇവർ ഈ കത്തടിച്ച് കയ്യൊക്കെ മറ്റൊന്ന് വർഷം പറഞ്ഞ് നമ്മൾ പറയുന്നത് ഇത്രേ പറഞ്ഞു. നമ്മൾ വരുന്നില്ലാന്നും പറഞ്ഞിട്ടില്ല, വരുന്നെന്നും പറഞ്ഞില്ല. നമ്മൾ ഇത്രേ പറഞ്ഞു. നമുക്കറിയുന്നുണ്ട് എന്നുവെച്ചാൽ താഴെ ഭണ്ണാരം വന്നിട്ട് മുകളിൽ കഴിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ വരാം. ഇല്ല നമുക്ക് വരാൻ പറ്റില്ല പറഞ്ഞു. ദൈവം പറഞ്ഞില്ല, വേറെ നമ്മൊന്നും ഇപ്പം വേണ്ടാത്ത അവരെന്നും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കളനാട് ന്യൂ ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി ആഘോഷം ബുധനാഴ്ച നടക്കും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലെ നിരവധി തലമുറകൾക്ക് അറിവ് പകർന്നു നൽകിയ ഗവൺമെന്റ് LP സ്കൂൾ കളനാട് ന്യൂ ശതാബ്ദി ആഘോഷം ഏപ്രിൽ 9 കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 9-ാം തീയതി നമ്മുടെ ബഹുമാന്യനായ കാസർഗോഡ് MP ഉണ്ണിത്താൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അധ്യക്ഷം വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്. മുഖ്യാതിഥി നമ്മുടെ സ്ഥലം MLA കുഞ്ഞമ്പു അവർകളാണ്. പിന്നെ അനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. അതിൽ കലാപരിപാടികൾ, കായിക പരിപാടികൾ, അതേപോലെ തന്നെ കുടുംബ സദസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള മറ്റു പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റി കൺവീനർ മൊയ്തീൻ കുഞ്ഞി കളനാട്, വർക്കിംഗ് ചെയർമാൻ അബ്ദുള്ള ഹാജി, PTA പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സാഹിബ്, സ്കൂൾ HM അജിത, വാർഡ് മെമ്പർ മൈമൂന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KMCC ജിദ്ദ മക്ക മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി മീഞ്ച പഞ്ചായത്തിനുള്ള മെഡിക്കൽ ഓക്സിജൻ ഉപകരണം കൈമാറി. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിക്കെ ഉദ്ഘാടനം ചെയ്തു. AK മഷ്റഫ് MLA ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. KMCC ജിദ്ദ മക്ക മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി മീഞ്ച പഞ്ചായത്തിനുള്ള മെഡിക്കൽ ഓക്സിജൻ ഉപകരണം കൈമാറി. ചടങ്ങ് മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിക്കെ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല KMCCയുടെ സംഘാടകത്വവും ഇതര സംഘടനകൾക്ക് മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച AK മഷ്റഫ് MLA അഭിപ്രായപ്പെട്ടു. മുതിർന്ന KMCC നേതാവ് ഇബ്രാഹിം ഇബ്ബു അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി AK ആരിഫ് സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ UK സൈഫുള്ള തങ്ങൾ, അബ്ദുല്ല മാദേരി, മുഹമ്മദ് ഹനീഫ് PK, റഹ്മാൻ ഗോൾഡൻ, ഉമ്മർ സൂപ്പി, താജുദ്ദീൻ കടമ്പാർ, ഷെരീഫ് ചിനാലെ, മുഹമ്മദ് കുഞ്ഞിയെ, സിറാജുദ്ദീൻ മാസ്റ്റർ, KMCC ജിദ്ദ മക്ക മഞ്ചേശ്വരം മണ്ഡലം ട്രഷറർ മുഹമ്മദ് അലി ഹൊസങ്കടി, ഹസൻ ബസ്താനി, വൈസ് ചെയർമാൻ ഉസ്മാൻ ഭായാർ, അബ്ദുൽ പച്ചിലമ്പാറ, ഹനീഫ് കൽപ്പാറ, മൊയ്തീൻ ഹൊസങ്കടി, സർഫറാസ് ബന്ദിയോട്, മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ഏപ്രിൽ 24 നടക്കും. ഇതിനു മുന്നോടിയായി മെഗാ യൂറോളജി ക്യാൻസർ ക്യാമ്പും നവീകരിച്ച OP സെക്ഷന്റെ ഉദ്ഘാടനവും പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. KS അറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യരംഗത്ത് പുതിയൊരു കാൽവയ്പുമായി ഡയാലൈഫ് ഡയബറ്റിസ് ആൻഡ് കിഡ്നി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏപ്രിൽ 24 ഉദ്ഘാടനം ചെയ്യും.
ഇതിനു മുന്നോടിയായി ഞായറാഴ്ച നവീകരിച്ച OP സെക്ഷന്റെ ഉദ്ഘാടനം KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൽ നിർവഹിച്ചു. തുടർന്ന് മെഗാ യൂറോളജി ക്യാൻസർ ക്യാമ്പും നടന്നു. മംഗലാപുരത്തെ പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ മൊയ്തീൻ നഫ്സീർ, ഡോക്ടർ അഭിജിത്ത് ഷെട്ടി, ഡോക്ടർ ശ്രേയാസ് മൈക്കിൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. യൂറോളജി ക്യാമ്പിൽ കിഡ്നി സ്റ്റോൺ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി രോഗങ്ങൾ, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഡോക്ടർമാരുടെ സൗജന്യ കൺസൾട്ടേഷന് പുറമെ വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ സൗജന്യ ക്രിയാറ്റിനിൻ, യൂറിൻ ആൽബുമിൻ, ഷുഗർ, പ്രഷർ, BMI ടെസ്റ്റുകൾ നടന്നു. മറ്റ് ലാബ് ടെസ്റ്റുകളിലും സ്കാനിങ്ങിലും 50% ഇളവും ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് പ്രത്യേക പാക്കേജുകളും നൽകി. കൂടാതെ ഡയറ്റീഷ്യന്റെ സേവനവും ക്യാമ്പിൽ ലഭ്യമായിരുന്നു. കണ്ണൂർ മലബാർ ക്യാൻസർ കോർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്യാമ്പും നടന്നു. ഡോക്ടർ ഹർഷ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ നടന്ന ക്യാൻസർ ക്യാമ്പിൽ സ്തന, വായ ക്യാൻസർ ലക്ഷണമുള്ളവർക്ക് വിദഗ്ധ പരിശോധനയും 35-നും 55-നും ഇടയിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും ഗർഭാശയ ഗള ക്യാൻസർ നിർണയവും നടന്നു. ക്യാൻസർ രോഗത്തോടുള്ള ഭീതിയും ആശങ്കയും ആളുകളെ ചികിത്സ തേടുന്നതിൽ നിന്ന് പിൻവലിക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു ബോധവൽക്കരണ ക്ലാസിന്റെ ലക്ഷ്യം. ഡയാലൈഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും പ്രശസ്ത ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി ഐക്കയുടെ മേൽനോട്ടത്തിലായിരുന്നു ക്യാമ്പുകൾ നടന്നത്. കാസർഗോഡ്, കണ്ണൂർ, കർണാടക ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുവാനെത്തിയത്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലക്കാർക്കും ഒരു മുതൽക്കൂട്ടായി മാറുമെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭീതിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP അഭിപ്രായപ്പെട്ടു. മാവിലാക്കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച MT മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരത്തിന്റെയും ക്ലബിന്റെ 27ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവിലാക്കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച MT മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരത്തിന്റെയും ക്ലബിന്റെ 27ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം KPCC പ്രസിഡന്റ് K. സുധാകരൻ MP നിർവഹിച്ചു. വഖഫ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തുവെങ്കിലും പാർലമെന്റിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം നിയമമായി മാറുന്നുവെന്നത് കേന്ദ്ര ഭരണകൂടം നാടിനെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട് വളരെ ഭീകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കറിയാം, വഖഫിന്റെയിലൊക്കെ കാര്യങ്ങൾ അറിയാം. എല്ലാം നമ്മളൊക്കെ പാർലമെന്റിൽ ബില്ലിനെതിരായി വോട്ട് ചെയ്തവരാണ്. പക്ഷേ ഭൂരിപക്ഷം കൊണ്ട് അത് നിയമമായി മാറുന്നു. സ്വന്തം ഓരോരാളുടെയും കൈകളിലേക്ക് വെക്കാവുന്ന നിയമാനുസൃതമായ സ്വത്തവകാശം, ആ സ്വത്തവകാശം അട്ടിമറിച്ച് തകർത്തുകൊണ്ട് പാർട്ടികളെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഇഷ്ടാനുസരണം ഭൂമി നൽകുന്ന സിസ്റ്റം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും യോജിക്കില്ല, ഒരിക്കലും അത് നിലനിൽക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇരുതല മന്ദിരത്തിലെ ഉമ്മൻചാണ്ടി സ്മാരക ഹാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യാതിഥിയായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ EK മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കൺവീനർ K. അശോകൻ, വൈസ് ചെയർമാൻ KPP രതീഷ്, KV ഗംഗാധരൻ, KP പ്രകാശൻ, സാജിദ് മൗവൽ, P. കുഞ്ഞിക്കണ്ണൻ, KV വിജയൻ, M. അബ്ദുൽ സലാം, K. സിന്ധു, സുമാ കണ്ണൻ, MT ബുഷ്ര, C. ദേവരാജൻ, MT ഷഫീഖ്, KM സുരാഗ്, K. ശീലൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ MK സുബൈർ, കബഡി താരം റിദിൻ മാവിലാക്കടപ്പുറം എന്നിവരെയും മാവിലാക്കടപ്പുറം MAUP സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ അബ്ദുൾ റസാഖ് പുനത്തിലിനെയും ആദരിച്ചു. തുടർന്ന് ഗായകൻ രതീഷ് കണ്ടെടുക്കുന്ന നയിച്ച പയ്യന്നൂർ ഹാർട്ട് ബീറ്റ് ഓർക്കസ്ട്രയുടെ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. പ്രിയദർശിനി ക്ലബിന്റെ 27ാം വാർഷികാഘോഷ ഭാഗമായി ഏപ്രിൽ 14-ന് വിവിധ പരിപാടികളും രാത്രി വിഷു നൈറ്റ് നൃത്ത സംഗീത വിസ്മയവും നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധി മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ഭാഗമായാണ് നീലേശ്വരം ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളും ശുചിത്വ പ്രഖ്യാപനം പൂർത്തീകരിച്ചത്. മുഴുവൻ വാർഡുകളും ഹരിത പദവിയിലെത്തിയ സാഹചര്യത്തിൽ പിലിക്കോട് പടുവളത്ത് നടന്ന ശുചിത്വ പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നിരവധിയായിട്ടുള്ള സംഘടനകൾ, അതുപോലെ തന്നെ വായനശാലകൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, അവരുടെയൊക്കെ വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിന്റെയും സഹകരണത്തിന്റെയും ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം 2-ാം തീയതി
ആരംഭിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായിട്ടുള്ള മാർച്ച് മാസം 30-ാം തീയതി നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ ഈ വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ബ്ലോക്ക് പരിധിയിൽ മികവ് നേടിയ വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത്, ഗവൺമെന്റ് UP സ്കൂൾ പാടിക്കൽ, കുടുംബാരോഗ്യ കേന്ദ്രം ഓലാട്ട്, കുടുംബാരോഗ്യ കേന്ദ്രം പടന്ന, തൃക്കരിപ്പൂർ ഹരിതകർമ്മസേന കൺസോർഷ്യം, നൂഞ്ഞ ഉദയ വായനാശാല ആൻഡ് ഗ്രന്ഥാലയം, ചെറുവത്തൂർ ടൗൺ, കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയം, വലിയപറമ്പ് ബീച്ച്, കൈരടത്ത് കൂട്ടായ്മ ചീമേനി റെസിഡൻസ് അസോസിയേഷൻ, ITI കയ്യൂർ, കയ്യൂർ ടൗൺ, വലിയപറമ്പ് CDS എന്നീ സ്ഥാപനങ്ങൾക്ക് ഉപഹാരം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ശുചിത്വ ചുമതല വഹിക്കുന്ന PR മിനിജ സ്റ്റാറ്റസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP പ്രസന്നകുമാരി, PV മുഹമ്മദ് അസ്ലം, VK ബാവ, AG അജിത് കുമാർ, CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ M സുമേഷ്, K അനിൽകുമാർ, ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, കുടുംബശ്രീ കോർഡിനേറ്റർ U ജ്യോതിഷ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ T രാഗേഷ്, ബ്ലോക്ക് അംഗം TS നജീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം പൊസോട്ട് ജമാഅത്ത് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് RK ബാവ ഹാജിയെ പിന്തുണയ്ക്കുന്ന 27 സ്ഥാനാർത്ഥികൾക്ക് വൻ ഭൂരിപക്ഷത്തിൽ വിജയം. ചില വിവാദങ്ങൾ ഉയർന്നതോടെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ വിഷയമെത്തുകയും തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് ജമാഅത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൊസോട്ട് ജമാഅത്ത് ഭരണസമിതിയിലെ ചിലർ വിവാദങ്ങൾ സൃഷ്ടിച്ചതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് പൊസോട്ട് ജമാഅത്ത് ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കലാശിച്ചത്. വിഷയം വഖഫ് തലത്തിലേക്ക് വരെ എത്തിയിട്ടും ഇതിലും തൃപ്തരാകാതെ പരാതിക്കാർ ജമാഅത്ത് കമ്മിറ്റിക്കെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഒടുവിൽ വിഷയം ഹൈക്കോടതിയിലെത്തുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഏപ്രിൽ 6 ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുകയുമായിരുന്നു. അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഓഫീസറും വിരമിച്ച ജില്ലാ ജഡ്ജുമായ ശങ്കരൻ നായരുടെയും വഖഫ് ബോർഡ് നിയമിച്ച മുത്തവല്ലി സയ്യിദ് മുഹിനുദ്ദീൻ തങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത്. തുടക്കത്തിൽ 54 പേർ വ്യക്തിഗത മത്സരത്തിലുണ്ടായിരുന്നു. അവസാന നിമിഷം ഒരു സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് 53 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് തുടർന്നു. ആകെ 518 വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ 11 വോട്ടുകൾ അസാധുവായി. ഫലം പ്രഖ്യാപിച്ചപ്പോൾ വ്യക്തിഗതമായി മത്സരിച്ച RK ബാവ ഹാജി പിന്തുണച്ച 27 സ്ഥാനാർത്ഥികൾ 150ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കി. പൊസോട്ട് ജമാഅത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. മുൻകരുതൽ നടപടിയായി കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നുവെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. വരും ദിവസങ്ങളിൽ വിജയികളായ RK ബാവ ഹാജി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗം ചേർന്ന് ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കും. കഴിഞ്ഞ 9 വർഷമായി RK ബാവ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിരവധി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ഇതിനുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് RK ബാവ പറഞ്ഞു. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വേദനകളും ഒരുപാട് പ്രശ്നങ്ങളും മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഒക്കെ സഹിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജമാഅത്തിന്റെ ഇലക്ഷൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ദിവസം അൽഹംദുലില്ലാഹ് ജമാഅത്തുകാരെല്ലാം ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജമാഅത്തിനെ വിജയിപ്പിച്ചതിന് വേണ്ടി ജമാഅത്താർക്ക് 100 നന്ദി പറയുന്നതിന്റെ ഒപ്പം ഇൻഷാ അല്ലാഹ് ഈ ജമാഅത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിച്ച് നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജമാഅത്തിൽപ്പെട്ട 863 വീട്ടുകാർക്കും നല്ല മനസ്സിൽ തന്നുകൊണ്ട് വിജയികളായവരെ ദർഗാ ഷരീഫിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോയി. ഇവിടെ വെച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും എല്ലാവരും ആഹ്ലാദപൂർവ്വം വിജയം ആഘോഷിക്കുകയും ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. DYFE K7 ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മത്സരത്തിൽ FC കോട്ടപ്പുറം മിന്നും വിജയം കരസ്ഥമാക്കി. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ SFA അംഗീകൃത K7 സോക്കർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ലഹരിയാവാം കളിയിടങ്ങളിൽ എന്ന സന്ദേശവുമായി DYFE കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ മാസം 24 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും പ്രഗത്ഭരും പ്രശസ്തരും നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PK നിശാന്ത് അധ്യക്ഷനായി. പ്രമുഖ അഭിഭാഷകൻ CK ശ്രീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
മുൻ നഗരസഭാ ചെയർമാൻ വി രമേശൻ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, SFI സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ലത്തീഫ്, ജില്ലാ ട്രഷറർ സൈനുദ്ദീൻ, M രാഘവൻ, ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ വി ഗിനീഷ് സ്വാഗതവും കൺവീനർ വിപിൻ ബല്ലത്ത് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ നറുക്കെടുപ്പിലൂടെ FC തൃക്കരിപ്പൂരിനെ പരാജയപ്പെടുത്തി നാഷണൽ FC കോട്ടപ്പുറം ജേതാക്കളായി. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ 47 മിനിറ്റിൽ വിദേശ താരം ഇസാമിന്റെ മനോഹരമായ ഒരു ഹെഡിലൂടെ കോട്ടപ്പുറം ടൂർണമെന്റിലെ ആദ്യ ഗോൾ നേടി മുന്നിലെത്തി. പിന്നീട് കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ FC തൃക്കരിപ്പൂരിന്റെ 7-ാം നമ്പർ താരം അൽഫുവിലൂടെ സമനില ഗോൾ നേടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ആറങ്ങാടി പറമ്പത്ത് മഖാമുറൂസിന് ഏപ്രിൽ 8-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ആറങ്ങാടി പറമ്പത്ത് മഖാമുറൂസിന് ഏപ്രിൽ 8-ന് തുടക്കമാവും. ഏപ്രിൽ 8 മുതൽ 14 വരെ തീയതികളിലായാണ് മഖാമുറൂസ് നടക്കുന്നത്. 8-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആറങ്ങാടി ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിക്കും. ഉസ്താദ് അബ്ദുൾ ഹക്കീം അൽ ഖാസിമി പ്രഭാഷണം നടത്തും. 9-ന് നടക്കുന്ന മതപ്രഭാഷണം ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്യും. പേരോട് മുഹമ്മദ് അസ്ഹരി പ്രഭാഷണം നടത്തും. 10-ന് നൌഫൽ ബാഗവി ചിത്താരി ആമുഖ ഭാഷണം നടത്തും. മുഹമ്മദ് അമീൻ അമാനി മാട്ടൂൽ മജ്ലിസുനൂറിന് നേതൃത്വം വഹിക്കും. ഖലീൽ ഹുദവി മതപ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ, ജനറൽ സെക്രട്ടറി CH അബ്ദുൾ അസീസ് ഹാജി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അലങ്കാർ അബൂബക്കർ, കൺവീനർ MK അബ്ദുൾ റഷീദ് ആറങ്ങാടി, ട്രഷറർ MP അബ്ദുൾ അസീസ്, വൈസ് ചെയർമാൻമാരായ CH അബ്ദുൾ ഹമീദ് ഹാജി, MK അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 12 ദിനരാത്രങ്ങൾ ഭക്തമാനസർക്ക് ആത്മീയ നിർവൃതി പകർന്ന മധൂർ ശ്രീ മധുനന്ദേശ്വര സിദ്ധി വിനായക ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവയ്ക്ക് സമാപനം. കാസർഗോഡ് 4-ാം മൈലിൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം, 4 പേർക്ക് വെട്ടേറ്റു, ഒരാൾക്ക് ഗുരുതരം. കഴുത്തിറ്റം വരെ ഉണ്ണിയപ്പത്താൽ നിറഞ്ഞ് മഹാഗണപതി. മധൂർ ക്ഷേത്രത്തിൽ മഹാമൂടപ്പ സേവയെന്ന അപൂർവ ചടങ്ങ് നടന്നത് 33 വർഷങ്ങൾക്ക് ശേഷം. അപൂർവവും അതിവിശിഷ്ടവുമായ ഈ ദർശനം കാണുവാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. ഉദുമയിൽ കാറിൽ കടത്തുകയായിരുന്ന MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ PA ആഷിഖാണ് പിടിയിലായത്. മുസ്ലിം യൂത്ത് ലീഗ് ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വഖഫ് ബില്ലിനെതിരെ ഭൂവിക്കാനം ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഭീതിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.